നമസ്തേ, വെൽക്കം ടു 48 ഫ്രെയിംസ് മലയാളം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത് പലരും അനുഭവപ്പെട്ടത് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനോ ഇല്ലെങ്കിൽ ഒരു ഫേസ് ആയിരിക്കാം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും റോങ് ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നു. ശരിയായിട്ടുള്ള ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, ലൈഫ് മൊത്തം ഇങ്ങനെ റോങ് ഫ്രണ്ട്സിനെ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കാം നിങ്ങളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുന്നതിലോ. അതെന്തുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. സോ അതിൻ്റെ ബാക്കിൽ ഡെഫിനറ്റ്ലി ദർ ഈസ് എ സൈക്കോളജിക്കൽ റീസൺ. അത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നതെന്നുള്ള ഒരു കാര്യത്തിലോട്ട് ഒരു എന്താ പറയുക, ഒരു എത്തിനോട്ടം എന്ന് പറയാം, സൈക്കോളജിക്കലി. ഓക്കെ, സോ നമ്മൾ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് ഇതുപോലത്തെ ഒരു റിലേഷൻഷിപ്പിലോട്ട് പൊതുവേ ദ ഫോൾ ഇൻ ടു ഇറ്റ്, ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പെടുന്നത് എന്നുള്ളതെന്ന് വെച്ചാൽ, ഒരെണ്ണം വന്നിട്ട് നമ്മൾ എൻവയൺമെൻറ്റിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇമാതിരിയുള്ള ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസസ് നോർമലായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവാം. എന്നുവെച്ചാൽ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നതോ ഇതൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്തിട്ട് ഉള്ള ഒരു എൻവയൺമെൻറ്റിലായിരിക്കാം നമ്മളൊക്കെ വളർന്നിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇത്രയൊക്കെ കിട്ടുള്ളൂ എന്നുള്ള ഒരു വിചാരം. എന്ന് വെച്ചാൽ നമ്മുടെ വളരെ വളരെ ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കാം ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ആകപ്പാടെ അറിയുന്നത് ഇത് മാത്രമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ലൈഫ് എന്ന് ആക്സെപ്റ്റ് ചെയ്ത ആൾക്കാർ. ഇതിലൊക്കെ മുകളിലുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ കെയർ ടേക്കർ. അത് അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഗ്രാൻഡ് പാരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കെയർ ടേക്കർ നാനിയെ ആയിക്കോട്ടെ, അവരുമായിട്ട് ഉണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് പൊതുവെ എല്ലാ പേരൻസ് അല്ലെങ്കിൽ ഗോയിങ് ടു ബി പേരൻസ് അറിയേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് അത് വെച്ചിട്ടാണ് മിക്കവരുടെയും ലൈഫ് ഇന്ന് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലോ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലോ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. So it is very very important to have a very healthy relationship with your child. അപ്പോൾ അത് ഇല്ലയെന്ന് വെച്ചാൽ ചൈൽഡോ നമ്മൾ ആ കുട്ടീനെ പ്ലേസ് ചെയ്യുന്ന എൻവയൺമെൻറ്റിലോ അങ്ങനെ ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ വളർന്നു വരുമ്പം അത് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് എ വെരി കോമൺ തിങ്, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയേണ്ടത് ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ്. മെയിൻലി ഇവിടെ ഇരിക്കുന്ന 4 ടൈപ്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്. ഒരെണ്ണം വന്നിട്ട് ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയും. സെക്യൂർ അറ്റാച്ച്മെൻറ്റിൽ പേരൻസോ കെയർ ടേക്കറോ അവർക്ക് എപ്പോഴും എന്തുണ്ടെങ്കിലും കൂടെ നിൽക്കും, അത്രത്തോളം തന്നെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്നവർക്ക് നമ്മൾ ഒരു റിലേഷൻഷിപ്പിലോട്ടോ ഇല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പം അവർ ഒരുപാട് സെക്യൂറാണ്. അവർക്ക് വല്ലാണ്ട് ഇമോഷണലി എഫക്റ്റ് ചെയ്യില്ല. ബിക്കോസ് ദേ ആർ ഇമോഷണലി സ്ട്രോങ് മാത്രമല്ല, അവർക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്നുള്ളൊരു ബിലീഫ് അവർക്കുണ്ട്. സെക്കൻഡ് വൺ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയും. ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കെയർ ഗിവിങ്ങോ സപ്പോർട്ടോ അല്ല. ഇടയ്ക്കുണ്ടാവും, പിന്നെ ഉണ്ടാവില്ല, അങ്ങനെ ആയിരിക്കും. അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റിൽ വളർന്ന ആൾക്കാർക്ക് എപ്പോഴും കോൺസ്റ്റൻ്റ്ലി ഞാൻ കൂടെ ഉണ്ടാവും, ഞാൻ ഇട്ടിട്ട് പോവില്ല, അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അവർക്ക് ഒരാളുമായിട്ട് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് ഒരുമിച്ച് നിന്ന് ബിലീവ് ചെയ്ത് കൂടെ അവരെ പ്രോമിസ് ചെയ്തുകൊണ്ട് ഞാൻ ഇട്ടിട്ട് പോവില്ല, ഞാൻ ഒറ്റയ്ക്കാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് അവർക്ക് അത്യാവശ്യമായിരിക്കും. ബിക്കോസ് ഇവിടെ ചെറുതായിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ അങ്ങനെ ആയിരുന്നല്ലോ. ചില സമയത്ത് സ്നേഹം കാണിക്കും, ചില സമയത്ത് ഉണ്ടാവേയില്ല, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്. അതാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ വന്നിട്ട് അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ്. ആ പേര് പറയുന്ന പോലെ തന്നെ ആ കെയർ ടേക്കർ ഒന്നോ ആബ്സെൻ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ് ഇമോഷണലി ആയിരിക്കാം. അവിടെ ഉണ്ട്, അച്ഛനും അമ്മയും ആരാണോ കെയർ ടേക്കർ അവരവിടെ ഉണ്ട്, കെയർ ടേക്കറിൻ്റെ പേരിൽ അവിടെ ഉണ്ട്. പക്ഷേ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ല, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തീരെ ഇല്ല. ഇപ്പോൾ ഇവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഒരു സെൻസ് ഓഫ് ഒരു അറ്റാച്ച്മെൻറ്റും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എക്സ്പെക്റ്റേഷനും കമ്മിയായിരിക്കാം, അറ്റാച്ച്മെൻറ്റും കമ്മിയായിരിക്കാം. അവർക്ക് ദി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് എ വെരി സെക്യൂർ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്. ബിക്കോസ് അവർക്കുണ്ടായിരുന്ന അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ അങ്ങനെയാണ്. ഓക്കെ, ലാസ്റ്റ് വന്നിട്ട് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയും.
ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെൻറ്റിലാണ് നമ്മൾക്ക് അബ്യൂസ് ആയിക്കോട്ടെ, നിഗ്ലെക്റ്റ് ആയിക്കോട്ടെ, ഒരുപാട് ഹേർട്ട്ഫുൾ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് കെയർ ടേക്കറുമായിട്ട് അല്ലെങ്കിൽ കെയർ ഗിവറുമായിട്ട് ഉണ്ടായതെന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടത്തിലിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് വേണം എന്ന് ആഗ്രഹമുണ്ടാവും. പക്ഷെ അതേ സമയത്ത് വല്ലാത്തൊരു പേടിയും ഉണ്ടാവും. എന്നുവെച്ചാൽ ഹൗ ഡു ഐ ട്രസ്റ്റ്, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോണത്, ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിരിക്കുമോ സംഭവിക്കാൻ പോണേ എന്നൊരു ഫിയറിലായിരിക്കും ഇവരൊക്കെ ഇരിക്കുക. ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളെ കൂടെ ഇതുപോലത്തെ ഒരു റിലേഷൻഷിപ്പ്, ഇൻ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സിനൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഡു യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്? ഇപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ ഏത് ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്, നിങ്ങളുടെ പേരൻസോ കെയർ ഗിവറോ ആയിട്ടുള്ളത്? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വൈ. നിങ്ങളുടെ വലിയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണത്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കാറില്ലേ? അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഈ ഫാക്ടേഴ്സൊക്കെ. എവിടെയാണോ ലോ സെൽഫ് എസ്റ്റീം ഉള്ളത്, എവിടെയാണോ ഇത് ഈ നോർമലൈസ് ചെയ്തിരിക്കുന്ന ഇതുപോലെ ഹേർട്ട്ഫുൾ എൻവയറമെൻറ്റ് ഉള്ളതാണെങ്കിൽ, നമ്മൾ വളർന്ന അന്തരീക്ഷം അങ്ങനെയൊക്കെ ആണെങ്കിൽ, പിന്നെ ഉള്ളത് നമ്മുടെ സ്റ്റൈൽ ഓഫ് അറ്റാച്ച്മെൻറ്റ്. ഞാനിപ്പോൾ പറഞ്ഞ ഈ 4 സ്റ്റൈൽ ഓഫ് അറ്റാച്ച്മെൻറ്റിൽ ഏതാണ് നിങ്ങളുടെ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്താൽ ഒരു 90% നിങ്ങൾക്ക് അതിനുള്ള ഒരു ആൻസർ കിട്ടിക്കാണും. ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ആണെങ്കിലും വാട്ട് ക്യാൻ യു ഡൂ? ഇപ്പം ഇതിൽ നമ്മൾ എന്താ ചെയ്യുക? ഓക്കെ, ഇതിൽ പെട്ടു എന്നുള്ള ഒരു കാര്യം അറിയാം. ഐ എം ഇൻ എ ലൂപ്പ് ഓഫ് ചൂസിങ് റോങ് കൈൻഡ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് റോങ് കൈൻഡ് ഓഫ് പാർട്ട്നേഴ്സ്. അങ്ങനെ അറിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഫസ്റ്റ് നിങ്ങളിത് മനസ്സിലാക്കിയതിന് ശേഷം ഇനിയും മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ്, എങ്ങനത്തെ ആൾക്കാരെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് തരുന്ന ഒരു സന്തോഷം, ഇതൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യണം. അതിനാണ് ഞാൻ കൂടെ പറയുന്ന ഒരു ആക്ടിവിറ്റി ജേർണലിംഗ് ചെയ്യണം എന്നുള്ളത്. ഈ ജേർണലിംഗ് ഇത് ചെയ്യേണ്ടത് നമ്മളൊരു ഇമോഷണൽ ലെവലിലാണ് ഇത് ചെയ്യേണ്ടത്, സ്പെസിഫിക് ടു ദ റിലേഷൻഷിപ്പ്. ഇത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണെങ്കിൽ ഫ്രണ്ട്സിനെ കുറിച്ച് ഇതുപോലത്തെ ഫ്രണ്ട്സ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് എനിക്കിഷ്ടമുള്ളത്, അതിനൊക്കെ നോട്ട് ഡൗൺ ചെയ്യാം. ഇപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഏതൊക്കെ ട്രേറ്റ്സുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ അട്രാക്റ്റ് ആവുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ഫാക്ടർ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പം യു വിൽ ഐഡൻറ്റിഫൈ എ പെർട്ടിക്കുലർ പാറ്റേൺ. ഈ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത ഉടനെ യു ഹാവ് ടു ആക്സെപ്റ്റ് ഇത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണം. സെക്കൻഡ്, നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കണം. സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ചെറിയ കുഞ്ഞു അച്ചീവ്മെൻറ്റ്സിനെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങണം. നിങ്ങൾ നിങ്ങളുടേതായ സെൽഫ് കെയറിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അത്യാവശ്യമുണ്ട്. ഏതൊക്കെ രീതിയിലാണോ നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് മെൻ്റലി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യണം. പിന്നെ ഞാനിത് തേർഡ് എന്ന് പറയുന്നില്ല, ഇത് ആ ഓർഡറിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഐ തിങ്ക് ഈസ് പ്രൈമറി ഫോർ ഓൾ ഓഫ് അസ്. എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നോ എന്ന് പറയാൻ പഠിക്കുക. ഈ നോ എന്ന് എത്രത്തോളം പറയാൻ പറ്റുന്നില്ലയോ അത്രത്തോളം നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരാൻ പറ്റില്ല, നമുക്കിതിന്ന് മാറ്റിയെടുക്കാനും പറ്റില്ല. നോ പറയാൻ പഠിച്ചു എന്ന് വെച്ചാൽ തന്നെ നമുക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ നോ പറയുന്നതും നമ്മൾക്കുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് കാണുന്നത്. ബിക്കോസ് നമ്മളെല്ലാവരും ഇമോഷണലി ഒരു പൊടിക്ക് ഇമോഷണലാണ് കൂടുതലാണ്. സോ ഓബ്വിയസ്ലി നമുക്ക് ഈ ഒരു നോ പറയാനും ഈ ബൗണ്ടറി സെറ്റ് ചെയ്യാനും ഒരു ഇഷ്യൂ കാണും. സോ ഈ നോ പറയലും ബൗണ്ടറി സെറ്റിങ്ങും ചെയ്തതിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ അനലൈസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു പുതിയൊരു ഫ്രണ്ടിനെയോ പുതിയൊരു റിലേഷൻഷിപ്പിലോട്ട് പോകാൻ പാടില്ല. യു റിയലി നീഡ് ടു ഇൻട്രോസ്പെക്റ്റ്. എന്തൊക്കെയാണ് ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചിന്തിക്കേണ്ടത്, ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കാണേണ്ടത്, ഇല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ട്ണറിൽ കാണേണ്ടത് എന്നൊരു ക്ലാരിറ്റി നിങ്ങൾ വരുത്തുക. സമയമെടുത്തിട്ട് വേണം നിങ്ങൾ അടുത്തൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പിനെയോ ഫ്രണ്ടിനെയോ ഇല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലോട്ടോ പോകുമ്പോൾ ഉള്ള പാർട്ട്ണറിനെ നിങ്ങൾ ചൂസ് ചെയ്യണം. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ഒരു ഡൗട്ടും വെച്ച് നമ്മളെ പോലത്തെ ക്ലിനീഷ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവും തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇതിനെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് subscribe to the channel. Thank you so much for joining in. You have a wonderful day.